ഹായ് വ്യൂവേഴ്സ്, ITI ഫീച്ചർ ഫസ്റ്റ് ഇയർക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ് ഷീറ്റ് മെറ്റൽ ടൂൾസിനെ കുറിച്ചാണ്. എൻ്റെ പേര് രാധാകൃഷ്ണൻ, അരീക്കോട് ITIയിലെ സീനിയർ. ഇന്നത്തെ ക്ലാസ്സിൽ ഷീറ്റ് മെറ്റലിന് ഉപയോഗിക്കുന്ന കുറച്ച് ടൂൾസിനെയാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. ആദ്യമായി പറയുന്നത് സ്റ്റാൻഡേർഡ് വയർ ഗേജിനെ കുറിച്ചാണ്. ഇപ്പോൾ നമ്മൾ ഒരു ഷീറ്റ് മെറ്റൽ വർക്കായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടൂളാണ് വയർ ഗേജ്. ദ ജോബ് ഡ്രോയിങ് ഇൻഡിക്കേറ്റ് ഓൺലി ഗേജ് ഓർ തിക്നെസ് ഓഫ് ദ ഷീറ്റ്സ് ടു ബി യൂസ്ഡ്. അപ്പം നമ്മളൊരു ഡ്രോയിങ് തന്നു കഴിഞ്ഞാൽ അത് സാധാരണ രീതിയിലായിട്ട് ഗേജ് ഒരു ഷീറ്റിൻ്റെ തിക്നെസ് ആയിട്ട് അതിൻ്റെ ഗേജ് മാത്രമേ മാർക്ക് ചെയ്യാറുള്ളൂ. അല്ലാതെ അതിൻ്റെ MMO ഇഞ്ചോ മാർക്ക് ചെയ്യാറില്ല. കൂടുതൽ അത് എത്ര ഗേജ് ഷീറ്റ് ആണ് എന്ന് മാത്രമേ നമ്മൾ സാധാരണ രീതിയിൽ ഡ്രോയിങ് മാർക്ക് ചെയ്യാറുള്ളൂ. ദ തിക്നെസ് ഓഫ് ദ ഷീറ്റ് ഓർ ഡയമീറ്റർ ഓഫ് ദ വയർ ഈസ് മെഷേർഡ് വിത്ത് ദി ഹെൽപ്പ് ഓഫ് സ്റ്റാൻഡേർഡ് വയർ ഗേജ്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഗേജ് നമ്പർ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുക വെച്ചാൽ അത് സ്റ്റാൻഡേർഡ് വയർ ഗേജ് ഉപയോഗിച്ചാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഒരു ഷീറ്റിൻ്റെ തിക്നെസ്സോ അല്ലെങ്കിൽ ഒരു വയറിൻ്റെ ഡയമീറ്ററോ മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് സ്റ്റാൻഡേർഡ് വയർ ഗേജ്. ദ ഗേജ് കൺസിസ്റ്റ് ഓഫ് എ ഡിസ്ക് ഷേപ്പ് സ്മൂത്തൻഡ് സ്റ്റീൽ മെറ്റൽ പീസ് വിത്ത് ന്യൂമറസ് സ്ലോട്ട് അറൗണ്ട് ദി ഔട്ട്സൈഡ് എഡ്ജ്. ഇത് ഏകദേശം ഒരു മെറ്റൽ കൊണ്ടുണ്ടാക്കിയ ഒരു വളയം പോലെ, ഒരു ഡിസ്ക് പോലുള്ളൊരു പാർട്ടാണ്. അതോടൊപ്പം തന്നെ അതിനെന്തുണ്ട്, കുറേ സ്ലോട്ടുകൾ, ധാരാളം സ്ലോട്ടുണ്ട്. അതിൻ്റെ ഔട്ടർ എഡ്ജിൽ കുറേ സ്ലോട്ടുകൾ കട്ട് ചെയ്തിരിക്കും. ദീസ് സ്ലോട്ട്സ് ആർ ഓഫ് വേരിയസ് വിഡ്ത്ത് ആൻഡ് കറസ്പോണ്ട് ടു സെർട്ടൺ ഗേജ് നമ്പർ. ഈ സ്ലോട്ടുകൾ എന്താണ്, പല വീതിയിലുള്ളതായിരിക്കും. ആൻഡ് കറസ്പോണ്ട് ടു സെർട്ടൺ ഗേജ് നമ്പർ. ഓരോ സ്ലോട്ടിനും കൃത്യമായ ഗേജ് നമ്പർ അതിന് മുകളിൽ മാർക്ക് ചെയ്തിരിക്കും. Gauge number is stamped on one side of each slot, and on the other side the decimal part of an inch is stamped to show the thickness of the sheet and the diameter of the wire. അപ്പോൾ ഇതിൽ സാധാരണഗതിയിൽ ഇതിൻ്റെ സ്റ്റാൻഡേർഡ് വയർ ഗേജിൻ്റെ മുകളിൽ അതിന് ഗേജ് നമ്പർ മാർക്ക് ചെയ്തിരിക്കും ഒരു ഭാഗത്ത്. അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ അതിന് എത്ര ഇഞ്ച് സൈസ്, അതിൻ്റെ തിക്നെസ് എത്രയാണ് ഇഞ്ചിൽ എന്നുള്ളത് അതും അതിൻ്റെ മുകളിൽ സാധാരണഗതിയിൽ മാർക്ക് ചെയ്തിരിക്കും. Thickness of sheet is checked by inserting the edge of the sheet in the appropriate slot of the standard wire gauge. അപ്പോൾ നമുക്കൊരു ഷീറ്റിൻ്റെ തിക്നെസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ആ ഷീറ്റ് ആ സ്ലോട്ടിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ ഇൻസേർട്ട് ചെയ്താൽ നോക്കുകയാണ് ചെയ്യുക. അതിന് നിങ്ങൾ പിക്ചറിൽ താഴെ നോക്കി അറിയാൻ പറ്റും. ആ സ്ലോട്ടിൻ്റെ ഉള്ളിൽ കൂടെ ഒരു വയർ നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്നത് കാണാൻ പറ്റും. Thickness of the sheet is checked by inserting the edge of the sheet into appropriate slot of the wire gauge. ആ വയർ ഗേജിൻ്റെ സ്ലോട്ട് കൂടെ നമ്മൾ ഇൻസേർട്ട് ചെയ്തിട്ടാണ് കണ്ടുപിടിക്കുന്നത്. വയർ ഡയമീറ്റർ ചെക്ക്ഡ് ബൈ ദ ഇൻസേർട്ടിങ് ദ വയർ ഓൺലി ഇൻ ദ സ്ലോട്ട് ആൻഡ് നോട്ട് ഓൺ സർക്കിൾ. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, വയർ ഗേജ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഉള്ളിൽ റൗണ്ടും കാണാൻ പറ്റും, പുറത്ത് സ്ലോട്ടും കാണാൻ പറ്റും. ആ റൗണ്ട് നമ്മൾ ഒരിക്കലും നമുക്ക് തിക്നെസ്സോ ഡയമീറ്ററോ നോക്കാനുള്ളതല്ല. അത് ജസ്റ്റ് അതിൽ ഇൻസേർട്ട് ചെയ്യാൻ മാത്രമുള്ളതാണ്. ആ തിക്നെസ്, അതിൻ്റെ ആ സ്ലോട്ടിൻ്റെ വിഡ്ത്ത് മാത്രമാണ് നമ്മൾ കണക്കുന്നത്. ഇപ്പോൾ സ്ലോട്ടിൻ്റെ വിഡ്ത്ത് എത്ര MM ആണോ ആ MM ആണ് അതിൻ്റെ തിക്നെസ് ഷീറ്റിലുണ്ടാവുക. ഒരിക്കലും അതിൻ്റെ സർക്കിളിൻ്റെ ഡയമീറ്ററുമായിട്ട് അത് ബന്ധപ്പെട്ടതല്ല കിടക്കുന്നത്. അടുത്തതായിട്ട് പറയുന്ന ടൂള് ടിൻമാൻസ് എൽ സ്ക്വയർ ആണ്. ടിൻമാൻ എന്ന് പറഞ്ഞ സാഹചര്യത്തിൽ നമ്മൾ ഷീറ്റ് മെറ്റൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് നമ്മൾ ടിൻമാൻ എന്ന് പറയാറ്. എ ടിൻമാൻസ് എൽ സ്ക്വയർ ഈസ് ആൻ L-shaped piece of hardened steel with graduation marks on the edges of the tongue and body or blade. ഈ ടിൻമാൻസ് എൽ സ്ക്വയർ സാധാരണ ഒരു L-shaped ഹാർഡൻഡ് സ്റ്റീൽ കൊണ്ടുണ്ടാക്കിയ ഒരു L-shaped പീസാണ്. ഏകദേശം ഇത് നമ്മൾ ട്രൈ സ്ക്വയറിൻ്റെ അതേ ഷേപ്പിലാണ് നിൽക്കുന്നത്. ട്രൈ സ്ക്വയറിന് ഒരു സ്റ്റോക്കും ബ്ലേഡും ഉണ്ട്. എന്നാൽ ഇതിനെന്തില്ല, അങ്ങനെ സ്റ്റോക്കും ബ്ലേഡ് ആയിട്ടില്ല. രണ്ട് ഭാഗം ഏകദേശം ഒരേപോലെയാണ് അതിൻ്റെ ഷേപ്പുള്ളത്. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ മാർക്കിംഗ് ഇൻ ദി പെർപെൻഡിക്കുലർ ഡയറക്ഷൻ ടു എനി ബേസ് ലൈൻ ആൻഡ് ചെക്ക് ദി പെർപെൻഡിക്കുലാരിറ്റി. അപ്പോൾ ഇത് നമ്മൾ ഉപയോഗിക്കുന്നത് എന്താണ്, ഒരു പെർപെൻഡിക്കുലർ ഡയറക്ഷൻ നമ്മൾ ട്രൈ സ്ക്വയർ ചെയ്യുന്ന പോലെ തന്നെ അതിൻ്റെ ഇതിൻ്റെ 90 ഡിഗ്രി ചെക്ക് ചെയ്യാനും പെർപെൻഡിക്കുലാരിറ്റി ചെക്ക് ചെയ്യാനുമാണ് ഇത് സാധാരണമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്.
The short arm of the L square is called tongue and the long arm is called the body or blade and the coral is called heel. ഇതിൻ്റെ ഷോർട്ട് ഭാഗം നമുക്കറിയാം, ഇതിന് രണ്ട് ഭാഗങ്ങളുണ്ട്, നീളം കൂടിയ ഭാഗവും നീളം കുറഞ്ഞ ഭാഗമുണ്ട്. നീളം കുറഞ്ഞ ഭാഗത്തെ ഇതിന് ടങ് എന്നാണ് ഇതിന് വിളിക്കൽ. അതുപോലെ നീളം കൂടിയ സൈഡിനെ ഇതിന് ബോഡി അല്ലെങ്കിൽ ബ്ലേഡ് എന്ന് പറയുന്നു. അതുപോലെ അതിൻ്റെ കോർണർ സൈഡിനെ എന്ത് പറയുന്നു, ഹീൽ എന്നാണ് സാറിന് പറയൽ. അപ്പോൾ ഇതിൽ നമുക്കറിയാം രണ്ട് ഭാഗത്തും ഒരു ഡയമെൻഷൻസ് അതിന് മാർക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് എത്ര നീളത്തിലാണ് ഷീറ്റ് മുറിക്കണത് അത്രയും നമുക്ക് വക്ക് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് മാർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു സ്റ്റീൽ റൂളിലുള്ള യൂസ് ഇതിന് കൊണ്ട് ഉപയോഗിക്കാൻ പറ്റും. ദി ആംഗിൾ ബിറ്റ്വീൻ ദ ടങ് ആൻഡ് ദി ബോഡി ഓഫ് ദ എൽ സ്ക്വയർ ഈസ് 90 ഡിഗ്രി. നമ്മൾ ട്രൈ സ്ക്വയർ പോലെ തന്നെ ഈ രണ്ട് ആംഗിൾ രണ്ട് ബ്ലേഡും ടങ്ങും തമ്മിലുള്ള ആംഗിൾ കറക്റ്റ് 90 ഡിഗ്രി ആയിരിക്കും. The size of the L square is specified by the length of the body and the tongue. ഇത് എൽ സ്ക്വയർ നമ്മൾ സ്പെസിഫൈ ചെയ്തിരിക്കുന്നത്, ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് എന്താണ്, അതിൻ്റെ ബോഡി, അതിൻ്റെ ബ്ലേഡിൻ്റെ നീളം, ബോഡിയുടെ നീളം അല്ലെങ്കിൽ ബ്ലേഡിൻ്റെ നീളം അല്ലെങ്കിൽ ടങ്ങിൻ്റെ നീളം, ഇതിനനുസരിച്ചാണ് നമ്മൾ സ്പെസിഫൈ ചെയ്തിരിക്കുന്നത്. ഇറ്റ് ഈസ് ആൾസോ കാൾഡ് എ ടിൻമാൻ സ്ക്വയർ. ഇതിന് മറ്റൊരു പേരാണ് ടിൻമാൻ സ്ക്വയർ എന്ന പേരിലും ഇത് അറിയപ്പെടുന്നു. അടുത്തതായിട്ട് പറയുന്നത് സ്ട്രെയിറ്റ് എഡ്ജിനെ കുറിച്ചാണ്. സ്ട്രെയിറ്റ് എഡ്ജ് ഈസ് യൂസ്ഡ് ടു ചെക്ക് ദി സർഫസ് സ്ട്രെയിറ്റ്നെസ് ആൻഡ് ഫ്ലാറ്റ്നെസ്. ഇറ്റ് ഈസ് എ ഫ്ലാറ്റ് ബാർ ഓഫ് സ്റ്റീൽ. സ്ട്രെയിറ്റ് എഡ്ജ് എന്ന് പറഞ്ഞാൽ ഒരു റെക്റ്റാങ്കുലർ പീസാണ് സ്റ്റീൽ ഉണ്ടാക്കുന്നത്. അതിൽ വളരെ കറക്റ്റായിട്ട് എഡ്ജ് കറക്റ്റായിരിക്കും. നമ്മൾ ലെവൽനെസ് ഒക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കും, അല്ലെങ്കിൽ നമ്മൾ ലൈൻ മാർക്ക് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കും. അപ്പോൾ അതുപോലെ ഒരു കറക്റ്റ് സൈഡുകളൊക്കെ ഉള്ള ഒരു ഫ്ലാറ്റൻഡ് സ്റ്റീൽ പീസാണ്, റെക്റ്റാങ്കുലർ ഷേപ്പുള്ള ഒരു പീസാണ് സ്ട്രെയിറ്റ് എഡ്ജ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു മാർക്ക് സ്ട്രെയിറ്റ് ലൈൻസ് ഓൺ ഷീറ്റ് മെറ്റൽ സർഫസ്. ഇത് നമ്മൾ ഷീറ്റ് മെറ്റൽ വർക്കിൽ, ഇപ്പോൾ സാധാരണ വർക്കിൽ ഉപയോഗിക്കുകയാണെങ്കിൽ അത് നമുക്ക് ഏതെങ്കിലും ഉപകരണത്തിൻ്റെ ഫ്ലാറ്റൊക്കെ ആണോ നമുക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കാൻ പറ്റും. ഷീറ്റ് മെറ്റൽ വർക്കിൽ ഇത് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് ഷീറ്റിൻ്റെ മുകളിൽ സ്ട്രെയിറ്റ് ലൈൻസ് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇനി ടൈപ്സ് ഓഫ് സ്ട്രെയിറ്റ് എഡ്ജ്. സ്ട്രെയിറ്റ് എഡ്ജസ് ആർ അവൈലബിൾ ഇൻ 2 ടൈപ്സ്. സ്ട്രെയിറ്റ് എഡ്ജ് പ്രധാനമായി 2 തരത്തിലാണ് ലഭ്യമാകുന്നത്. 1 സ്ക്വയർ സ്ട്രെയിറ്റ് എഡ്ജ്, 2 ബിവൽ സ്ട്രെയിറ്റ് എഡ്ജ്. ഒന്ന് ചിത്രത്തിൽ നോക്കി അറിയാൻ പറ്റും, നമ്മൾ ഇടതുഭാഗത്ത് കാണുന്നത് ബെവൽ സ്ട്രെയിറ്റ് എഡ്ജാണ്, ഒരു ഭാഗം അതിന് ബെവലായിരിക്കും. രണ്ടാമത്തെ കാണിച്ചിരിക്കുന്നത് അതിന് സ്ക്വയറാണ്, അത് സ്ക്വയർ സ്ട്രെയിറ്റ് എഡ്ജാണ്. അത് ലെങ്ത്ത് നമ്മൾ ചിത്രത്തിൽ കാണുമ്പോൾ സെൻറ്ററിൽ കാണുന്ന ക്രോസ് ലൈൻസ് ഉണ്ട്, അത് നമ്മൾ ലെങ്ത്ത് ഉള്ള ഇതാണ് സാറിന് സ്ട്രെയിറ്റ് എഡ്ജ്. അത് ഷോർട്ടായി ചിത്രത്തിൽ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ക്രോസ് ലൈൻ കൊടുത്തിരിക്കുന്നത്, അതൊരിക്കലും അതിൻ്റെ ഭാഗമല്ല. അപ്പോൾ അത് പ്രധാനമായി 2 തരത്തിലുള്ള സ്ട്രെയിറ്റ് എഡ്ജാണുള്ളത്, സ്ക്വയർ സ്ട്രെയിറ്റ് എഡ്ജും ബെവൽ സ്ട്രെയിറ്റ് എഡ്ജും. സ്ട്രെയിറ്റ് എഡ്ജസ് ആർ അവൈലബിൾ ഇൻ 600 mm 1 to 3 meters ലെങ്ത്ത്. സ്ട്രെയിറ്റ് എഡ്ജ് സാധാരണമായിട്ട് 600 mm ആണ് അവൈലബിൾ ആവുന്നത്. അതുപോലെ 1 മുതൽ 3 മീറ്റർ ലെങ്ത്തിലാണ് ഇത് അവൈലബിൾ ആവുന്നത്. വൈൽ മാർക്കിംഗ് വിത്ത് ദി ഹെൽപ്പ് ഓഫ് സ്ട്രെയിറ്റ് എഡ്ജ്, പ്ലേസ് ദ സ്ട്രെയിറ്റ് എഡ്ജ് ഓൺ ദ ഷീറ്റ് ആൻഡ് ഹോൾഡ് ഇറ്റ് ബൈ ലെഫ്റ്റ് ഹാൻഡ്. അപ്പോൾ സാറിന് ഇതിൽ സ്ട്രെയിറ്റ് എഡ്ജ് ഉപയോഗിച്ച് മാർക്ക് ചെയ്യുമ്പോൾ അത് സ്ട്രെയിറ്റ് എഡ്ജ് നമ്മൾ പിടിച്ചിട്ട് എന്താണ്, അത് ലെഫ്റ്റ് ഹാൻഡ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ സാറിന് പിടിച്ചിട്ടാണ് ഇത് മാർക്ക് ചെയ്യുന്നത്. ഇനി അടുത്തതായിട്ട് നമ്മൾ പറയുന്നത് സ്ക്രൈബറിനെ കുറിച്ചാണ്. സ്ക്രൈബർ ഓർ സ്ക്രാച്ചാണ്. നമ്മൾ സ്ക്രൈബർ മുമ്പ് പഠിച്ചിട്ടുണ്ട്. സ്ക്രൈബർ എന്ന് പറഞ്ഞാൽ ഒരു മെറ്റൽ സർഫസിൽ വരയ്ക്കാൻ ഉപയോഗിക്കുന്നതാണ്. പക്ഷെ ഷീറ്റ് മെറ്റൽ വരയ്ക്കാൻ ഉപയോഗിക്കുന്നതാണ് നമ്മൾ സ്ക്രാച്ച് ഹോൾ എന്നറിയപ്പെടുന്നത്. ഇൻ ലേ ഔട്ട് വർക്ക് ഇറ്റ് ഈസ് നെസസറി ടു സ്ക്രൈബ് ലൈൻസ് ടു ഇൻഡിക്കേറ്റ് ദി ഡയമെൻഷൻ ഓഫ് ദി വർക്ക് പീസ് ടു ബി കട്ട് ഓർ ഫോൾഡ്. നമ്മൾ ഒരു ഷീറ്റ് മെറ്റൽ ഉപയോഗിച്ച് വർക്ക് ചെയ്യുമ്പോൾ ഒന്ന് കട്ട് ചെയ്യാനോ അല്ലെങ്കിൽ മടക്കാനൊക്കെ ആവശ്യമായിട്ടുള്ള ഒരു ലൈൻ നമുക്ക് വരയ്ക്കേണ്ടത് അത്യാവശ്യമാണ്. ഇറ്റ് ഈസ് മെയ്ഡ് ഔട്ട് ഓഫ് ഹൈ കാർബൺ സ്റ്റീൽ അബൌട്ട് 3 to 5 mm ഡയർ. അപ്പോൾ സാധാരണഗതിയിൽ സ്ക്രാച്ച് ഹോൾ പ്രധാനമായിട്ട് വരുന്നത് 3 mm 5 mm ഡയലാണ് കൂടുതൽ വരുന്നത്. ഫോർ ഡ്രോയിങ് ക്ലിയർ ലൈൻസ് ഓൺ ഷീറ്റ് മെറ്റൽസ് വർക്കിംഗ് പോയിന്റ് ഇസ് ഗ്രൗണ്ട്. അപ്പം ഒരു ഷീറ്റ് മെറ്റലിൻ്റെ മുകളിൽ ക്ലിയർ ആയിട്ട് ലൈൻസ് കിട്ടാൻ വേണ്ടി അറ്റം വളരെ ഷാർപ്പ് പോയിൻ്റ് ആയിരിക്കും, അത് വെച്ച് വരയ്ക്കാൻ വേണ്ടിയിട്ടാണ് സ്ക്രാച്ച് ഹോൾ ഉപയോഗിക്കുന്നത്. വർക്കിംഗ് പോയിന്റ് ഈസ് ഗ്രൗണ്ട്
അറ്റ് എൻ എൻഡ് ആംഗിൾ ഓഫ് 10 ഡിഗ്രി ടു 20 ഡിഗ്രി. സാറിന് എന്താണ് അതിൻ്റെ വർക്ക് ചെയ്യുന്ന പോയിന്റ്, അതിൻ്റെ അറ്റം കൂർപ്പിച്ച ഭാഗം എന്താണ് ശരിക്കും അത് ഹാർഡൻ ചെയ്തിരിക്കും. അതുപോലെ 10 to 20 ഡിഗ്രിയിലായിരിക്കും അതിൻ്റെ ആംഗിള്. സ്ക്രൈബർ വർക്കിംഗ് പോയിന്റ് ഹാർഡൻ ആൻഡ് ടെമ്പർ. അതുപോലെ ആ വർക്കിംഗ് പോയിന്റ് എപ്പോഴും ഹാർഡനും ടെമ്പറും ചെയ്തിരിക്കും. അതാണ് സ്ക്രാച്ച് ഔട്ട്. ഇനി ടൈപ്സ് ഓഫ് സ്ക്രൈബേഴ്സ്. ഈ സ്ക്രൈബേഴ്സ് ഏതൊക്കെ തരത്തിലുണ്ടാണ് നമ്മൾ അടുത്ത് പറയുന്നത്. പ്രധാനമായും 3 തരത്തിലുള്ള സ്ക്രൈബേഴ്സാണുള്ളത്. ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ സ്ട്രൈറ്റ് സ്ക്രൈബർ എന്ന് പറയപ്പെടുന്നു, ബെൻഡ് സ്ക്രൈബർ, അതുമാതിരി സ്ക്രാച്ച് ഔട്ട്. അതിൻ്റെ ഷേപ്പ് പ്രത്യേകം ശ്രദ്ധിക്കുക. സ്ട്രൈറ്റ് സ്ക്രൈബർ എന്ന് പറഞ്ഞാൽ സ്ട്രൈറ്റ് ആണ്, ബെൻഡ് സ്ക്രൈബർ എന്ന് പറഞ്ഞാൽ അറ്റം വളഞ്ഞിരിക്കും. സ്ക്രാച്ച് ഹോൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ പിടിയൊക്കെ നമ്മൾ കംഫർട്ടബിളായിട്ട് പിടിക്കാനുള്ള ഷേപ്പിലാണ് സ്ക്രാച്ച് ഹോൾ വരൽ. സ്ക്രൈബർ പോയിൻറ്റ്സ് ആർ വെരി ഷാർപ്പ് ആൻഡ് ദേ ആർ ടു ബി ഹാൻഡിൽഡ് വെരി കെയർഫുള്ളി. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു സേഫ്റ്റിയാണ് പറയുന്നത്. സ്ക്രൈബർ പോയിൻ്റ് നല്ല മൂർച്ചയാണ്, ഉപയോഗിക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ചിരിക്കണം. ഡു നോട്ട് പുട്ട് യുവർ സ്ക്രൈബർ ഇൻ യുവർ പോക്കറ്റ്. ഒരിക്കലും ഒരു കാരണവശാലും സ്ക്രൈബർ നമ്മുടെ പോക്കറ്റിൽ സൂക്ഷിക്കരുത്, അത് അപകടം ക്ഷണിച്ചു വരുത്തും. പ്ലേസ് എ കോർക്ക് ഓൺ ദ പോയിന്റ് വെൻ നോട്ട് ഇൻ യൂസ് ടു പ്രിവെൻറ്റ് ആക്സിഡൻറ്റ്സ്. ആക്സിഡൻറ്റ് തടയാനായിട്ട് എന്താണ് ആ പോയിന്റിൽ കോർക്കിന് മുകളിൽ കുത്തി വയ്ക്കുക. അല്ലെങ്കിൽ ചിലപ്പോൾ ഷാർപ്പ് പോയിന്റ് എവിടെയും പറ്റി അപകടം വരാൻ സാധ്യതയുണ്ട്. ഇനി ടൈപ്സ് ഓഫ് മാർക്കിംഗ് പഞ്ചസ്. അടുത്ത പറയാൻ പോകുന്നത് മാർക്കിംഗ് പഞ്ചസാണ്. പഞ്ചസായിട്ട് നമ്മൾ മുമ്പത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. പഞ്ചസ് സാറ് ഇൻറ്റൻറ്റ് മാർക്ക് ചെയ്യാനാണ് ഉപയോഗിക്കുന്നത്. ഏതെങ്കിലും ഒരു നമ്മൾ സർഫസ് ചോക്ക് അപ്ലൈ ചെയ്തിട്ട് സർഫസ് ഗേജ് കൊണ്ട് വരച്ച് കഴിഞ്ഞാൽ ആ ലൈൻ അവിടെ കാണണമെങ്കിൽ എന്ത് ചെയ്യണം, ആ ലൈനിൻ്റെ മുകളിൽ നിശ്ചിത അകലത്തിൽ ചെറിയ ഡോട്ട് മാർക്ക് ഇടണം. ഈ ഡോട്ട് മാർക്ക് ഇടാക്കാനുള്ള ഒരു ഷാർപ്പൻ ചെയ്ത ടൂളാണ് പഞ്ച്. പഞ്ചസ് ആർ യൂസ്ഡ് ഇൻ ഓർഡർ ടു മേക്ക് സർട്ടൈൻ ഡയമെൻഷണൽ ഫീച്ചേഴ്സ് ഓഫ് ദ ലേ ഔട്ട് പെർമനൻറ്റ്. അത് വരച്ച ഒരു മാർക്കിങ്ങിന് വേണ്ടി വരച്ച ലൈന് പെർമനൻ്റായിട്ട് നിലനിർത്തണമെങ്കിൽ അതിന് ഡോട്ട് മാർക്ക് ഉണ്ട്. അതിനാണ് നമ്മൾ പഞ്ചസ് ഉപയോഗിക്കുന്നത്. ദർ ആർ 3 ടൈപ്സ് ഓഫ് പഞ്ചസ്. ദേ ആർ പ്രധാനമായി 3 തരത്തിലുള്ള പഞ്ചസാണ് വരുന്നത്. സെൻറ്റർ പഞ്ച്, പ്രിക്ക് പഞ്ച്, ഡോട്ട് പഞ്ച്. സെൻറ്റർ പഞ്ച്, ഒന്നാമത്തെ സെൻറ്റർ പഞ്ച് എന്താണെന്ന് നോക്കാം. ദി ആംഗിൾ ഓഫ് ദ പോയിന്റ് ഓഫ് 90 ഡിഗ്രി ഇൻ ദ സെൻറ്റർ പഞ്ച്. ദ പഞ്ച് മാർക്ക് മെയ്ഡ് ഓഫ് ഇറ്റ്സ് വൈഡ് ആൻഡ് നോട്ട് വെരി ഡീപ്പ്. സാധാരണ ഇതിൽ സെൻറ്റർ പഞ്ച് എന്താണ് 90 ഡിഗ്രി ആംഗിളിലാണ് വരുന്നത്. അത് പഞ്ച് മാർക്ക് എന്താണ് വളരെ കൂർപ്പായിരിക്കും, എന്നാൽ വൈഡ് പഞ്ച് മാർക്കായിരിക്കും അതിനുള്ളത്. ദിസ് പഞ്ച് ഈസ് യൂസ്ഡ് ഫോർ ലൊക്കേറ്റിംഗ് ഹോൾസ്. ഈ പഞ്ച് ഉപയോഗിക്കുന്നത് എന്താണ് അതിൻ്റെ ഒരു ഹോളിൻ്റെ സെൻറ്റർ ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. ദ വൈഡ് പഞ്ച് മാർക്ക് ഗീവ്സ് ഗുഡ് സീറ്റിംഗ് ഫോർ ദ സ്റ്റാർട്ടിംഗ് ഓഫ് ഡ്രിൽ. ഈ വളരെ വീതി കൂടിയ പഞ്ചമാർക്ക് എന്താണ് ഒരു ഡ്രില്ലിൻ്റെ സീറ്റിംഗ് കറക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സാധാരണഗതിയിൽ ഉപയോഗിക്കുന്നത്. ഒരു ഡ്രില്ല് ചെയ്യണമെങ്കിൽ ആ ഡ്രില്ലിൻ്റെ കട്ടിങ് പോയിൻ്റ് കറക്റ്റായിട്ട് ആ പഞ്ച് മാർക്കിൽ ഇറങ്ങി നിൽക്കണം. അതിന് വേണ്ടിയിട്ടാണ് സാധാരണഗതിയിൽ നമ്മൾ സെൻട്രൽ പഞ്ച് ഉപയോഗിക്കുന്നത്. അടുത്തതായിട്ട് പ്രിക്ക് പഞ്ച്. ദി ആംഗിൾ ഓഫ് ദ പ്രിക്ക് പഞ്ച് ഈസ് 30 ഡിഗ്രി. പ്രിക്ക് പഞ്ചിൻ്റെ ആംഗിൾ 30 ഡിഗ്രിയാണ്. ദിസ് പഞ്ച് ഈസ് യൂസ്ഡ് ഫോർ മാർക്കിംഗ് ലൈറ്റ് പഞ്ച് മാർക്സ് നീഡഡ് ടു പൊസിഷൻ ഡിവൈഡേഴ്സ് ആൻഡ് ട്രാമൽസ്. ഇതിന് ഡിവൈഡറും ട്രാമലിൻ്റെയും പോയിന്റ് നിൽക്കാൻ വേണ്ടി വളരെ വീതി കുറഞ്ഞ ആംഗിളാണ് പ്രിക്ക് പഞ്ച് ഉണ്ടാക്കിയിരിക്കുന്നത്. ദി ഡിവൈഡർ ലെഗ് വിൽ ഗെറ്റ് പ്രോപ്പർ സീറ്റിംഗ് ഓഫ് പഞ്ച് മാർക്ക്. ഡിവൈഡർ ലെഗ് എന്ന് പറഞ്ഞാൽ വളരെ ഷാർപ്പ് പോയിൻ്റാണ്. അതുകൊണ്ട് അത് 30 ഡിഗ്രി ആംഗിളൊക്കെ ഉള്ള ചെറിയ പഞ്ചാണ് അതിനുവേണ്ടി ഉപയോഗിക്കുന്നത്. ഇതുപോലെ തന്നെ ഡോട്ട് പഞ്ച് സാധാരണ നമ്മൾ 60 ഡിഗ്രി ആംഗിളാണ് സാധാരണ ഡോട്ട് പഞ്ച് ഉപയോഗിക്കുന്നത്. 60 ഡിഗ്രി ആംഗിളിലാണ് സാധാരണ ഡോട്ട് പഞ്ച് ഉപയോഗിക്കുന്നത്. അടുത്തത് പറയുന്നത് ബാൾപീൻ ഹാമറാണ്. ബാൾപീൻ ഹാമർ മുമ്പത്തെ ക്ലാസ് പഠിച്ചിരുന്നു. ബാൾപീൻ ഹാമർ ഒരു ഷീറ്റ് മെറ്റലിൽ ഏറ്റവും പ്രധാനം ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് ബാൾപീൻ ഹാമർ. ഇപ്പോൾ സാധാരണഗതിയിൽ നമ്മളൊരു ഹാമർ പറയുമ്പോൾ ഹാമർ നമ്മൾ അടിക്കാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. ഒരു ഭാഗം അതിൻ്റെ ഫേസ് ഭാഗം അടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. പക്ഷേ ഷീറ്റ് മെറ്റലിലെ വർക്കിന് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഹാമറിൻ്റെ പീൻ ഭാഗമാണ്. ആ പീൻ ഉപയോഗിച്ച് നമ്മൾ ഷേപ്പ് ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ഹാമർ ഈസ് കൺസിസ്റ്റ് ഓഫ് എ ഹെഡ് ആൻഡ് വുഡൻ ഹാൻഡിൽ. ഹാമറിന് ഒരു ഹെഡുണ്ട്, അതേപോലെ വുഡൻ ഹാൻഡിലുണ്ട്. ഹാമർ ഈസ് യൂസ്ഡ് ഫോർ ലൈറ്റ് ടാപ്പിംഗ് ആൻഡ് ഹാർഡ് സ്ട്രൈക്കിംഗ് പർപ്പസസ് വൈൽ പഞ്ചിങ്, ബെൻഡിങ്, സ്ട്രൈറ്റനിങ്, ചിപ്പിംഗ്, ഫോർജിങ്, റിവറ്റിംഗ് ആൻഡ് പ്ലാനിഷിംഗ്. അപ്പോൾ നമ്മൾ വിവിധ ഓപ്പറേഷൻസ് ചെയ്യുമ്പം അതിന് മുകളിൽ അടിക്കാൻ വേണ്ടി ഷേപ്പ് ആക്കാൻ വേണ്ടി നമ്മൾ ഹാമർ ഉപയോഗിക്കുന്നു. ഇനി ഹാമറിൻ്റെ പ്രധാന ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഫേസ്, പീന്, ചീക്ക്, ഐഹോൾ, വെഡ്ജ്, ഇതൊക്കെയാണ് പ്രധാനമായിട്ട് ഇതിനുള്ള ഭാഗങ്ങൾ. ഫേസ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഭാഗങ്ങൾ എവിടേക്കാണെന്ന് നോക്കാം. ഫേസ് എന്ന് പറഞ്ഞാൽ അടിക്കുന്ന ഭാഗം,
പി എന്ന് പറഞ്ഞാൽ അതിൻ്റെ മുകൾ ഭാഗമാണ്, അതുപയോഗിച്ച് നമുക്ക് ഷേപ്പാക്കി എടുക്കുക. ചീക്ക് എന്ന് പറഞ്ഞാൽ സെൻറ്റർ ഭാഗമാണ്. ഐഹോൾ എന്ന് പറഞ്ഞാൽ ഹാമർ ഇൻസേർട്ട് ചെയ്യുന്ന ഹോളാണ് ഐഹോൾ എന്ന് പറയുന്നത്. വെഡ്ജ് എന്ന് പറഞ്ഞാൽ ഹാമർ ടൈറ്റായിട്ട് നിർത്താൻ വേണ്ടി ഇന്ന് ഒരു ആപ്പ് അല്ലെങ്കിൽ പൂള്, അതിനാണ് നമ്മൾ സാറിന് വെഡ്ജ് എന്ന് പറയാറ്. ഇനി സ്പെസിഫിക്കേഷൻ. ഹാമർ പ്രധാനമായി സ്പെസിഫിക്കേഷനാണ് പറയുന്നത്. ദി ഹാമേഴ്സ് ആർ സ്പെസിഫൈഡ് ബൈ ദ വെയ്റ്റ് ആൻഡ് ദി ഷേപ്പ് ഓഫ് പിൻ. ഹാമർ സ്പെസിഫിക്കേഷൻ പ്രധാനമായിട്ട് വരുന്നത് അതിൻ്റെ വെയ്റ്റ് അല്ലെങ്കിൽ ഷേപ്പ് ഓഫ് പിൻ, അതിൻ്റെ പിന്നിൻ്റെ വെയ്റ്റ് എത്ര കിലോ ഉണ്ട് ഹാമർ, അതുപോലെ അതിൻ്റെ പീൻ്റെ ഷേപ്പ് ഏതാണെന്നുവെച്ചിട്ട് സ്പെസിഫൈ ചെയ്തിരിക്കുന്നു. ദി വെയ്റ്റ് വാരീസ് ഫ്രം 125 ഗ്രാം ടു 1500 ഗ്രാം. 125 ഗ്രാം മുതൽ 1500 ഗ്രാം വരെയുള്ള ഹാമർ ലഭ്യമാണ്. 250 ഗ്രാംസ് ബാൾ പീൻ ഹാമർ ആർ യൂസ്ഡ് ഫോർ മാർക്കിംഗ് പർപ്പസ്. നമ്മൾ മാർക്കിങ്ങിന് വേണ്ടിയിട്ട് ഡോട്ട് പഞ്ചിന് മുകളൊക്കെ അടിക്കാൻ വേണ്ടിയിട്ട് 250 ഗ്രാം ഹാമറാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. ഇനി ഹാമർ നമ്മൾ പ്രധാനമായിട്ട് പറയുന്നത് 3 തരത്തിലാണ് വരുന്നത്. ബാൾ പീൻ, ക്രോസ് പീൻ, സ്ട്രെയിറ്റ് പീൻ ആണ് വരുന്നത്. ബാൾ പീൻ ഹാമറും ക്രോസ് പീൻ ഹാമറും സ്ട്രെയിറ്റ് പീൻ ഹാമറും 3 പ്രധാനമായിട്ട് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അതിൻ്റെ പീന് മാത്രമേ മാറ്റമുള്ളൂ, പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഷീറ്റ് മെറ്റൽ ടൂൾസിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തത്. ക്ലാസ്സിലേക്ക് മനസ്സിലായെന്ന് കരുതുന്നു. ഈ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ്.